Dear children, have you watched the previous classes of this unit? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫേബിൾസ് എന്താണ്, പ്രോവർബ്സ് എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങളായിരുന്നു പഠിച്ചിരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടില്ല എങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ ക്ലാസ്സിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ക്ലാസ് കാണാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ്. സ്റ്റോറീസ്. ഹാവ് യു റീഡ് സ്റ്റോറീസ്? സ്റ്റോറീസ് നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും അല്ലേ? ചെറിയ ചെറിയ സ്റ്റോറീസ്, പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോറീസ്. മോറൽ സ്റ്റോറീസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫേബിൾസ് പഠിച്ചു, അത് മോറൽ സ്റ്റോറീസാണ് അല്ലേ? ഒരുപാട് മെസ്സേജസ് തരുന്ന സ്റ്റോറീസാണ്. ഇവിടെ പറയുന്നുണ്ട് ദ ഫേബിൾ യു ഹാവ് ജസ്റ്റ് റീഡ് ഈസ് വെരി ഷോർട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫേബിൾസിനെ കുറിച്ചായിരുന്നു പഠിച്ചത്. അത് ഒരു ഷോർട്ട് സ്റ്റോറീസാണ്, നമ്മൾ പഠിച്ചതാണ് അതിനെക്കുറിച്ച്. പക്ഷേ യെറ്റ് ഇറ്റ് ഹാസ് എ ബിഗിനിങ്, എ മിഡിൽ ആൻഡ് ആൻ എൻഡ്. പക്ഷേ അതിനൊരു ബിഗിനിങ് ഉണ്ട്, ഒരു തുടക്കമുണ്ട്, അതിനൊരു മിഡിലുണ്ട്, ഒരു മധ്യഭാഗമുണ്ട്, ആൻഡ് ആൻ എൻഡ്, ഒരു എൻഡിങ്ങുമുണ്ട്, ഒരു അവസാന ഭാഗവും ഉണ്ട്. അത് ഒരു ഫേബിളായിട്ട് പോലും. സ്റ്റോറീസ് ജനറലി ഹാവ് എ ബിഗിനിങ്, എ മിഡിൽ ആൻഡ് ആൻ എൻഡ്. അങ്ങനെ എല്ലാ സ്റ്റോറീസിനും ഒരു ബിഗിനിങ് ഉണ്ടാവും, ഒരു മിഡിൽ ഉണ്ടാവും, ഒരു എൻഡ് ഉണ്ടാവും. ബിഗിനിങ് മീൻസ് ഒരു ആരംഭം, ഒരു തുടക്കം. മിഡിൽ എന്ന് പറഞ്ഞാൽ ഒരു മധ്യഭാഗം. എൻഡ് മീൻസ് ഒരു അവസാന ഭാഗം. എല്ലാ സ്റ്റോറീസിനും ഉണ്ടാവും. ബട്ട് എനി ടൈം ഹാവ് യു റൈറ്റ് സ്റ്റോറീസ്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. സ്റ്റോറീസ് വായിക്കാനും എഴുതാനുമുള്ള ഒരു എബിലിറ്റി. സ്റ്റോറീസ് വായിക്കുകയും എഴുതുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരുപാട് ഇംപ്രൂവ് ചെയ്യും. ഐ ഹാവ് വൺ റിക്വസ്റ്റ് ഫോർ യു. യു നീഡ് ടു റീഡ് ലോട്ട്സ് ഓഫ് സ്റ്റോറീസ്. സിമ്പിൾ സ്റ്റോറീസ്. നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറി ബുക്സ് ഉണ്ടാവും. സ്റ്റോറി ബുക്സ് നിങ്ങൾ വായിക്കുക, ചെറിയ ചെറിയ സ്റ്റോറീസ് നിങ്ങൾ വായിക്കുക. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത വേർഡിൻ്റെ മീനിങ് നിങ്ങൾ ഡിക്ഷണറിയും കൂടെ അടുത്ത് വെച്ചിരിക്കണം. സ്റ്റോറീസ് വായിക്കുമ്പോൾ നിങ്ങൾ ഒരു ചെറിയ ഡിക്ഷണറിയും കൂടെ അടുത്ത് വെച്ചിരിക്കണം. ആ ഡിക്ഷണറിയിൽ നോക്കി നിങ്ങൾ വേർഡ്സിൻ്റെ മീനിങ് അറിയില്ല എങ്കിൽ അറിയാത്ത വേർഡ്സിൻ്റെ മീനിങ് നിങ്ങൾ അതിൽ നോക്കി കണ്ടെത്തി ആ സ്റ്റോറിയുടെ മീനിങ് മനസ്സിലാക്കുക. അങ്ങനെ കുറേ സ്റ്റോറീസ് നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. സോ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങളത് ഇന്ന് മുതൽ ചെയ്യാത്തവർ ചെയ്ത് നോക്കുക. സ്റ്റോറീസ്, ചെറിയ ചെറിയ സ്റ്റോറീസ് ഒരുപാട് വായിക്കുക. അതുപോലെ തന്നെ സ്റ്റോറീസ് എഴുതാനും ശ്രമിക്കുക. നൗ റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ. ഹിയർ ഹാവ് എ സ്റ്റോറി. ഇവിടെ ഒരു ചെറിയ സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. ഐ വിൽ റീഡ് ഇറ്റ്. എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം, എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കീപ് യുവർ ഐസ് ഓപ്പൺ. നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും തുറന്നു പിടിക്കുക. നമ്മൾ പറയാറില്ലേ, കണ്ണുണ്ടായാൽ പോരാ, കാണണം. നമുക്ക് ദൈവം 2 കണ്ണുകളാണ് തന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധയോടെ കാണാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് 2 കണ്ണുകൾ തന്നിട്ടുള്ളത്. സോ കീപ് യുവർ ഐസ് ഓപ്പൺ. നമുക്ക് നോക്കാം എന്താണ് ഈ കഥയെന്ന്. Once upon a time there was a lion that grew so old that he was unable to kill any prey for his food. ഒരിക്കൽ ഒരിടത്ത് ഒരു സിംഹമുണ്ടായിരുന്നു. ഒരുപാട് പ്രായമായ, വയസ്സായ ഒരു സിംഹമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അതിന് ആഹാരം, ഇരയെ പിടിക്കാൻ വേണ്ടി പോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഇരയെ കൊന്നു പിടിക്കാൻ വേണ്ടി പോകാൻ കഴിയാത്ത ഒരു അവസ്ഥ, അത്രയ്ക്കും പ്രായമായ ഒരു അവസ്ഥയായിരുന്നു. സോ ഹി സെഡ് ടു ഹിംസെൽഫ്, സ്വയം പറയുകയാണ് ആ സിംഹം, ഐ മസ്റ്റ് ഡു സംതിങ്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഓർ എൽസ് ഐ വിൽ ഡൈ ഓഫ് സ്റ്റാർവേഷൻ. ഇല്ലെങ്കിൽ പട്ടിണി കിടന്ന് ഞാൻ മരിക്കേണ്ടി വരും എന്ന് സിംഹം സ്വയം പറയുകയാണ്. ഹി കെപ്റ്റ് തിങ്കിങ്. ചിന്തിക്കാൻ തുടങ്ങി സിംഹം. എന്ത് ചെയ്യണം, എന്താണ് ഒരു ഐഡിയ, ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. ആൻഡ് അറ്റ് ലാസ്റ്റ് ആൻ ഐഡിയ സ്ട്രക്ക് ഹിം. ഏറ്റവും ഒടുവിൽ സിംഹത്തിന് ഒരു ഐഡിയ കിട്ടി. He decided to lie down inside the cave, pretending to be ill. എന്ത് തീരുമാനിച്ചു? He decided, സിംഹം തീരുമാനിച്ചു, to lie down inside the cave. ഗുഹയ്ക്കുള്ളിൽ തന്നെ കിടക്കാൻ തീരുമാനിച്ചു. Pretending to be ill. അസുഖമാണെന്ന് നടിച്ച്, അല്ലെങ്കിൽ രോഗമാണെന്ന് നടിച്ച്. Pretending means നടിക്കുക, ഭാവിക്കുക. അസുഖമാണെന്ന് ഭാവിച്ചുകൊണ്ട്, നടിച്ചുകൊണ്ട് ഗുഹയിൽ തന്നെ കിടക്കാൻ സിംഹം തീരുമാനിച്ചു. അപ്പോഴെന്ത് സംഭവിക്കും? Those who came to enquire about his health would become his prey. അപ്പോൾ അസുഖമാണെന്നറിയുമ്പോൾ മറ്റു മൃഗങ്ങളൊക്കെ കാണാനെ കൊണ്ട് ചെല്ലും അല്ലേ? നമ്മൾ അസുഖമായി കിടക്കുന്ന ഒരാളെ കാണാനെ കൊണ്ട് ഒരുപാട് പേര് വരും അല്ലേ? അതുപോലെ ആനിമൽസും അതുപോലെ തന്നെ ആനിമൽസും ഈ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് അസുഖം അന്വേഷിക്കാൻ വേണ്ടി, സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി ചെല്ലും. ആ സമയം അവയെ പിടിച്ച് തൻ്റെ ഭക്ഷണമാക്കാം, അവയെ പിടിക്കാം.
അങ്ങനെ എന്താ പണിയെടുക്കാതെ ആഹാരം കിട്ടാനുള്ള ഒരു ഐഡിയയാണ്, ഒരു കുതന്ത്രമാണ് സിംഹം ഇവിടെ പ്ലാൻ ചെയ്തത്. നമുക്ക് നോക്കാം എന്ത് സംഭവിച്ചു എന്ന്. ഹി പുട്ട് ഹിസ് വിക്കറ്റ് പ്ലാൻ ഇൻ ടു പ്രാക്ടീസ്. അങ്ങനെ ആ കുതന്ത്രം അല്ലെങ്കിൽ ആ ഒരു ദുഷ്ടതരമായ ആ ഒരു പ്ലാൻ അത് നടപ്പിലാക്കി തുടങ്ങി സിംഹം. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് വർക്കിംഗ്. അത് പതുക്കെ വർക്ക് ചെയ്ത് തുടങ്ങി. വരുന്ന ആനിമൽസിനെയെല്ലാം സുഖവിവരം അന്വേഷിക്കാൻ, തൻ്റെ അസുഖത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വരുന്ന ആനിമൽസിനെല്ലാം ഈ സിംഹം കൊന്നു തിന്നു. മെനി ഓഫ് ഹിസ് വെൽ വിഷേഴ്സ് ഗോട്ട് കിൽഡ്. വെൽ വിഷേഴ്സ് എന്ന് പറഞ്ഞാൽ അഭിധേയകാംക്ഷികൾ എന്ന് പറയും. നമുക്ക് സുഖമാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വരുന്നവരെയാണ് നമ്മൾ വെൽ വിഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെനി ഓഫ് ഹിസ് വെൽ വിഷേഴ്സ് ഗോട്ട് കിൽഡ്. അങ്ങനെ ഈ സിംഹം ധാരാളം മൃഗങ്ങളെ എങ്ങനെ പിടിച്ച് തിന്നു. തൻ്റെ ഗുഹയിലേക്കുള്ളിലേക്ക് കയറി വന്ന മൃഗങ്ങളെല്ലാം പിടിച്ച് തിന്നു. ബട്ട് ഇവിൽ ഈസ് ഷോർട്ട് ലീവ്. പക്ഷേ ആ ഒരു കുതന്ത്രത്തിന്, ആ ഒരു തിന്മയ്ക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. വൺ ഡേ എ ക്ലവർ ഫോക്സ് കെയിം ടു വിസിറ്റ് ദ ലയൺ. ഒരു ദിവസം ഒരു ബുദ്ധിമാനായ ഒരു കുറുക്കൻ സിംഹത്തിൻ്റെ വിശേഷം അറിയാൻ, സിംഹത്തിൻ്റെ സുഖവിവരം തിരക്കാൻ വേണ്ടി ചെന്നു. വൺ ഡേ എ ക്ലവർ ഫോക്സ് കെയിം ടു വിസിറ്റ് ദ ലയൺ. ഹി സ്റ്റുഡ് അറ്റ് ദ മൗത്ത് ഓഫ് ദ കേവ്. കുറുക്കൻ അകത്തേക്ക്, കേവിൻ്റെ ഗുഹയ്ക്കകത്തേക്ക് കയറിയില്ല, വാതിലിൻ്റെ അവിടെ നിന്നു. ഹി സ്റ്റുഡ് അറ്റ് ദ മൗത്ത് ഓഫ് ദ കേവ്. ഹി ലുക്ഡ് എറൗണ്ട്. ചുറ്റും വന്നിട്ട് നോക്കി. കുറുക്കനല്ലേ, ബുദ്ധിശാലിയാണ്. ആൻഡ് അണ്ടർസ്റ്റുഡ് ദ റിയാലിറ്റി. അപ്പോൾ കുറുക്കന് കാര്യം മനസ്സിലായി. ഹി അണ്ടർസ്റ്റുഡ് ദ റിയാലിറ്റി. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലായി. കാരണം അകത്തേക്ക് കയറുന്ന മൃഗങ്ങളെല്ലാം കൊന്നു തിന്നുകയാണ്. സോ ഹി കോൾഡ് ഔട്ട് ദ ലയൺ ഫ്രം ഔട്ട്സൈഡ്. അതുകൊണ്ട് തന്നെ ആ കുറുക്കൻ ഫോക്സ് എന്ത് ചെയ്തു? വെളിയിൽ നിന്നുകൊണ്ട് വിളിച്ചു, സിംഹത്തിനെ വിളിച്ചു, അന്വേഷിച്ചു. ഹൗ ആർ യു സർ? സുഖമാണോ എന്ന് വെളിയിൽ നിന്നുകൊണ്ട് അന്വേഷിച്ചു. അങ്ങേക്ക് സുഖമാണോ? ഹൗ ആർ യു സർ? ദ ലയൺ റിപ്ലൈഡ്. സിംഹം മറുപടി പറഞ്ഞു, ഗുഹയ്ക്ക് അകത്തിരുന്നുകൊണ്ട്. ഐ ആം നോട്ട് ഫീലിംഗ് വെൽ. എനിക്ക് തീരെ സുഖമില്ല, ഒട്ടും വയ്യ. വൈ ഡോണ്ട് യു കം ഇൻസൈഡ്? അല്ല, നീ എന്താണ് അകത്തേക്ക് വരാത്തത്? വൈ ഡോണ്ട് യു കം ഇൻസൈഡ്? ദെൻ ദ ഫോക്സ് റിപ്ലൈഡ്. അപ്പോൾ ഫോക്സ് മറുപടി പറഞ്ഞു, ഐ വുഡ് ലവ് ടു കം ഇൻ സർ. എനിക്ക് അകത്തേക്ക് വരാൻ ഒരുപാട് ഇഷ്ടമാണ്. ബട്ട് ഐ സീ ഓൾ ദ ഫുട് പ്രിൻറ്റ്സ് ആസ് ഗോയിങ് ടു യുവർ കേവ്. പക്ഷേ അങ്ങയുടെ ഗുഹയ്ക്ക് അകത്തേക്ക് വന്ന ആ കാൽപ്പാടുകൾ, ബട്ട് നൺ ആസ് കമ്മിങ് ഔട്ട്. പക്ഷെ അവയൊന്നും പുറത്തേക്ക് കാണുന്നില്ല. അകത്തേക്ക് പോയ മൃഗങ്ങളുടെ കാൽപ്പാടുകളൊന്നും പുറത്തേക്ക് കാണുന്നില്ല. ഐ സീ ഓൾ ദ ഫുട് പ്രിൻറ്റ്സ് പറഞ്ഞ കാൽപ്പാടുകൾ, ആസ് ഗോയിങ് ഇൻ ടു യുവർ കേവ്. അങ്ങയുടെ ഗുഹയ്ക്ക് അകത്തേക്ക് വന്ന ഫുട് പ്രിൻറ്റ്സ് ഒന്നും തിരിച്ചു വരുന്നത്, ബട്ട് നൺ ആസ് കമ്മിങ് ഔട്ട്, ഒന്നും പുറത്തേക്ക് വരുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഐ വുഡ് ബി ഫൂളിഷ് ഇനഫ് ടു കം ഇൻ. ഇനി ഞാനും അകത്തേക്ക് വന്നാൽ ഞാനൊരു വിഡ്ഢിയായി തീരും. ഐ വുഡ് ബി ഫൂളിഷ് ഇനഫ് ടു കം ഇൻ. സേയിങ് സോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദ ഫോക്സ് വെന്റ് ടു അലർട്ട് ദ അതർ ആനിമൽസ്. ഫോക്സ് എന്ത് ചെയ്തു? മറ്റുള്ള ആനിമൽസിൻ്റെ അടുത്തേക്ക് പോയി വാർണിംഗ് കൊടുത്തു, അലർട്ട് കൊടുത്തു. ജാഗ്രതയായിട്ടിരിക്കണം, നിങ്ങൾ ഒരു കാരണവശാലും ഇനിയും ആരും ആ ഗുഹയ്ക്കുള്ളിലേക്ക് പോകരുത് എന്ന് പറയാൻ വേണ്ടി. സേയിങ് സോ ദ ഫോക്സ് വെന്റ് ടു അലർട്ട് ദ അതർ ആനിമൽസ്. മറ്റുള്ള ആനിമൽസിൻ്റെ അടുത്തേക്ക് പോയി, അതിന് മറ്റുള്ള ആനിമൽസിനെല്ലാം അലർട്ട് കൊടുക്കാൻ, ജാഗ്രത കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞു, സ്റ്റോറീസിനെല്ലാം എന്തുണ്ടാവും? ഒരു ബിഗിനിങ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു മിഡിൽ പോർഷൻ ഉണ്ടാവും, ഒരു എൻഡ് ഉണ്ടാവും, ഒരു അവസാനം ഉണ്ടാവും. ഈ സ്റ്റോറിക്കുമുണ്ട് ഒരു ബിഗിനിങ് ഉണ്ട്, ഒരു മിഡിൽ പോർഷൻ ഉണ്ട്, ഒരു എൻഡിങ് ഉണ്ട്. ബിഗിനിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തുടക്കമുണ്ടാകും, അതുപോലെ തന്നെ ഒരു മിഡിൽ പോർഷൻ, ഒരു മധ്യഭാഗം ഉണ്ടാവും, അതുപോലെ തന്നെ അതിനൊരു അവസാനം ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നമ്പർ 1, ആക്ടിവിറ്റി നമ്പർ 1. നൗ ലെറ്റ്സ് അനലൈസ് ദ സ്റ്റോറി ഗിവൺ എബവ്. നമ്മൾ മുകളിൽ ഇപ്പോൾ പറഞ്ഞ ആ ഫോക്സിൻ്റെയും ആ ലയണിൻ്റെയും സ്റ്റോറി നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണ്. വാട്ട് ആർ ദ എസെൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദ സ്റ്റോറി? ആ സ്റ്റോറിയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ് ആ സ്റ്റോറിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തത്? എസെൻഷ്യൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി. ഒരു സ്റ്റോറിയുടെ പ്രധാന ഘടകങ്ങൾ, എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം.
ഫസ്റ്റ് ബിഗിനിങ് ആണ്. ഒരു സ്റ്റോറി എഴുതുമ്പോൾ ആദ്യം വേണ്ടത് എന്താണ്? ബിഗിനിങ് ആണ്. അതിന് സ്റ്റാർട്ടിങ് ഉണ്ടാവണം, ഒരു തുടക്കം ഉണ്ടാകണം. അപ്പോൾ നിങ്ങൾ ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സ്റ്റോറി സ്വന്തമായി എഴുതാൻ അറിഞ്ഞിരിക്കണം. സ്റ്റോറിയുടെ ആ ഒരു എലമെൻറ്റ്സ് എല്ലാം അറിഞ്ഞിരിക്കണം. നമുക്ക് ആദ്യം ബിഗിനിങ് നോക്കാം. അപ്പോൾ ഈ സ്റ്റോറിയുടെ ബിഗിനിങ് എന്തായിരുന്നു? തുടക്കം എന്തായിരുന്നു? എങ്ങനെയായിരുന്നു ഈ സ്റ്റോറി തുടങ്ങിയത്? Once upon a time, there was a lion that grew so old that he was unable to kill any prey for his food. So ഫസ്റ്റ് സെൻറ്റൻസ് ആയിരുന്നു, അതായിരുന്നു അതിൻ്റെ സ്റ്റാർട്ടിങ്. എപ്പോഴും സ്റ്റോറി തുടങ്ങുന്നത് വൺസ് അപ്പോൺ എ ടൈം അങ്ങനെയുള്ള സെൻറ്റൻസിലായിരിക്കും തുടങ്ങുന്നത്. സോ ദിസ് വാസ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡെവലപ്മെൻറ്റ്. ബിഗിനിങ് കഴിഞ്ഞാൽ പിന്നെ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റോറി അതിൻ്റെ എന്താ പറയുക, വികാസത്തിലേക്ക്, ആ ഒരു സംഭവ വികാസത്തിലേക്ക് പോവുകയാണ്. അതാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ആദ്യം തുടങ്ങുന്ന ഒരു സംഭവം അതിങ്ങനെ വികസനത്തിലേക്ക് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിലേക്ക് പോവുകയാണ്. അതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡെവലപ്മെൻ്റ് ആണ്. ആദ്യം എന്തായിരുന്നു? ബിഗിനിങ് ആണ്. സെക്കൻഡ് വൺ ഈസ് ഡെവലപ്മെൻറ്റ്. സോ ഇവിടെ ഈ സ്റ്റോറിയിലെ ഫോക്സ് ആൻഡ് ദ ലയൺ, ആ സ്റ്റോറിയിലെ ഡെവലപ്മെൻറ്റ് എന്തായിരുന്നു? അത് ഏത് സെൻറ്റൻസിലായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്? ഹിയർ ഈസ് ദ സെൻറ്റൻസ്. സോ ഹീ സെഡ് ടു ഹിംസെൽഫ്, I must do something or else I will die of starvation. ഇങ്ങനെ തുടങ്ങുന്ന ആ സെൻറ്റൻസ് അവിടെ മുതൽ എവിടെ വരെയാണ്? He put his wicked plan into practice and it started working. ഇവിടം വരെയാണ് ആ ഒരു ഡെവലപ്മെൻറ്റ്, ഈ സ്റ്റോറിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് ഈ സ്റ്റോറിയിൽ തന്നെ ആ ഒരു ബിഗിനിങ്ങും ഡെവലപ്മെൻറ്റും ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടണം. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ നന്നായി മനസ്സിലാവും. അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് എലമെൻറ്റ് ഈസ് ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് എലമെൻറ്റ് ബിഗിനിങ്, സെക്കൻഡ് എലമെൻറ്റ് ഈസ് ഡെവലപ്മെൻറ്റ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് സംതിങ് ഹാപ്പൻസ്. പിന്നീടുള്ളത് സംതിങ് ഹാപ്പൻസ്, ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നു അല്ലേ? ആ ഒരു ഡെവലപ്മെൻറ്റിന് ശേഷം ഉണ്ടാകുന്ന സംതിങ് ഹാപ്പൻസ്, എന്തോ ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നു. എല്ലാ സ്റ്റോറിക്കകത്ത് ഇങ്ങനെ ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകും അല്ലേ? ആ കഥയൊന്ന് ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് നോക്കാം ആ സംതിങ് ഹാപ്പൻസ് എന്നുള്ളത് ഏത് ഭാഗമാണ് ആ സ്റ്റോറിയുടെ? വൺ ഡേ എ ക്ലവർ ഫോക്സ് കെയിം ടു വിസിറ്റ് ദ ലയൺ. ഒരു ദിവസം ആ ഒരു ക്ലവറായിട്ടുള്ള ഒരു ഫോക്സ് എത്തുമ്പോൾ മുതലാണ് ആ സ്റ്റോറിയുടെ ആ ഒരു സംഭവം ചേഞ്ച് ആവുന്നത്, അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത് ആ ഒരു ക്ലവറായിട്ടുള്ള ഫോക്സ് വരുമ്പോഴാണ്. ഹി സ്റ്റുഡ് അറ്റ് ദ മൗത്ത് ഓഫ് ദ കേവ്. ആ സെൻറ്റൻസിൽ തുടങ്ങി ഹി ലുക്ഡ്, അവിടെ മുതൽ അങ്ങനെ ആ സെൻറ്റൻസ്. ദ ലയൺ റീപ്ലൈഡ്, ഐ ആം നോട്ട് ഫീലിംഗ് വെൽ, വൈ ഡോണ്ട് യു കം ഇൻസൈഡ്. അവിടം വരെയാണ് സംതിങ് ഹാപ്പൻസ് എന്ന് പറയുന്ന ആ ഒരു എലിമെൻറ്റ്സിൽ വരുന്നത്. ഓക്കെ. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് തിങ്സ് കം ടു ആൻ എൻഡ്. ഇനിയും ആ സംഭവങ്ങൾ ഒരു അവസാനത്തിലേക്ക്, ഒരു എൻഡിങ്ങിലേക്ക് പോവുകയാണ്. അതാണ് സ്റ്റോറിയുടെ അടുത്ത എലമെൻറ്റ് എന്ന് പറയുന്നത് എൻഡിങ് ആണ്, എൻഡ്. ദെൻ ദ ഫോക്സ് റിപ്ലൈഡ്. എന്തായിരുന്നു അവസാനം ആ എൻഡിങ്ങിൽ വരുന്നത്? ദെൻ ദ ഫോക്സ് റിപ്ലൈഡ്, ഐ വുഡ് ലവ് ടു കം ഇൻ സർ, ബട്ട് ഐ സീ ഓൾ ദ ഫുട് പ്രിൻറ്റ്സ് ആസ് ഗോയിങ് ഇൻ ടു യുവർ കേവ്, ബട്ട് നൺ ആസ് കമ്മിങ് ഔട്ട്. ഐ വുഡ് ബി ഫുളിഷ് ഇനഫ് ടു കം ഇൻ. ഇവിടം വരെയാണ് ആ ഒരു എൻഡിങ്ങിൽ വരുന്നത്. ഇത്രയും പോർഷനാണ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ആൻഡ് ദ ലാസ്റ്റ് വൺ കൺക്ലൂഷൻ. ഏറ്റവും അവസാനം ഒരു ക്രോഡീകരണം ഉണ്ടാകും. അതാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് കൺക്ലൂഷൻ? ഒരു സെൻറ്റൻസ്. കൺക്ലൂഷൻ എപ്പോഴും ബിഗിനിങ് പോലാണ്, ഒന്നോ രണ്ടോ സെൻറ്റൻസിൽ ഉണ്ടാവുള്ളൂ. സെയിങ് സോ ദ ഫോക്സ് വെൻ ടു അലർട്ട് ദ അതർ ആനിമൽസ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഫോക്സ് മറ്റുള്ള ആനിമൽസിന് അലർട്ട് കൊടുക്കാൻ വേണ്ടി, അല്ല അവരോട് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അവിടെ നിന്നും പോകുന്നു. ഇതാണ് ആ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് ബിഗിനിങ്, സെക്കൻഡ് വൺ ഡെവലപ്മെൻറ്റ്, ആൻഡ് തേർഡ് വൺ സംതിങ് ഹാപ്പൻസ്, ആൻഡ് ഫോർത്ത് വൺ things come to an end, and last one is conclusion. ഇത്രയുമാണ് ഒരു സ്റ്റോറിയുടെ എസെൻഷ്യൽ എലമെൻറ്റ്സ്. അപ്പോൾ നിങ്ങൾ ഇനിയും ഓരോ സ്റ്റോറീസ് വായിക്കുമ്പോൾ ചെക്ക് ചെയ്യുക, ഈ പറയുന്ന എലമെൻറ്റ്സ് ആ സ്റ്റോറിയിൽ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന എലമെൻറ്റ്സ് ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾ സ്റ്റോറി ഇനി ഏത് ഫേബിൾസ് ആയിക്കോട്ടെ, മറ്റ് ചെറിയ ചെറിയ ഷോർട്ട് സ്റ്റോറീസ് ആയിക്കോട്ടെ, ഇത് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ബിഗിനിങ്ങും ഡെവലപ്മെൻറ്റും സംതിങ് ഹാപ്പൻസ്, അതുപോലെ തന്നെ എൻഡിങ്, കൺക്ലൂഷൻ, ഇതെല്ലാം കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് ആ ഒരു അതിൻ്റെ എലമെൻറ്റ്സ് കൂടുതലായിട്ട് മനസ്സിലാവും. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ആക്ടിവിറ്റി? ഓക്കെ, വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. The story Keep Your Eyes Open begins with the sentence, once upon a time there was a lion. ഇങ്ങനെയാണ് ആ സ്റ്റോറി കീപ്പ് യുവർ ഐസ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ സ്റ്റോറി തുടങ്ങുന്നത്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? ബിഗിനിങ് എങ്ങനെയായിരുന്നു? വൺസ് അപ്പോൺ എ ടൈം ദെർ വാസ് എ ലയൺ. അതായിരുന്നു അതിൻ്റെ ബിഗിനിങ്, അതിൻ്റെ ഒരു തുടക്കം. ഡിഫറെൻറ്റ് സ്റ്റോറീസ് മേ ഹാവ് ഡിഫറെൻറ്റ് ബിഗിനിങ്സ്. എല്ലാ സ്റ്റോറിക്കും ഇതേ തുടക്കമാണോ? അല്ല, വ്യത്യസ്തങ്ങളായ രീതിയിലാണ് ഓരോ സ്റ്റോറീസും തുടങ്ങുന്നത്.
ഹിയർ ആർ എ ഫ്യൂ ബിഗിനിങ്സ് ഓഫ് ദ സ്റ്റോറീസ്. ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്, ഈ ബബിൾസിൽ കൊടുത്തിരിക്കുന്നത് കുറച്ച് സ്റ്റോറീസിൻ്റെ ബിഗിനിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഓൺ ദ 20th of May in the evening. What is the first one? On the 20th of May in the evening. And second one is on the far side of green trees. On the far side of green trees. That is the another beginning. And the next one is it was a very hot day. Do you understand the meaning? Hot day. It was a very hot day. And then other one is one fine day. One fine day means ഒരു നല്ല ദിവസം, ഒരു നല്ല ദിവസം. One fine day. And then എപ്പോഴും നമ്മൾ കുറേ സ്റ്റോറീസിലൊക്കെ കാണുന്നതാണ് ലോങ് എഗോ, ലോങ് എഗോ, വളരെ വളരെ പണ്ട്, അല്ലേ? ലോങ് എഗോ. ആൻഡ് നെക്സ്റ്റ് ഈസ് there was a desert wind blowing that night. That is the another beginning. So these are the few beginnings of the stories. I will ask some questions for you. കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ നമ്മളോട് ചോദിക്കുകയാണ്. Which one do you think is the most interesting beginning? ഇതിൽ കൊടുത്തിരിക്കുന്നില്ലേ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ബിഗിനിങ് ഏതാണ്? Which one is? And one fine day or long ago? ഏതാണ് നിങ്ങളുടെ ഇഷ്ടം? നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം അത്. And the next is read a few folk tales and fables and make a collection of the beginnings of the stories. നിങ്ങൾക്ക് കുറച്ച് ഫോക്ക് ടെയിൽസും ഫേബിൾസും ഒക്കെ വായിക്കുക. അതിനുശേഷം ബിഗിനിങ്സ്, സ്റ്റോറീസിൻ്റെ ബിഗിനിങ്സ് നിങ്ങൾക്ക് ഒരുപാട് കിട്ടും വായിക്കുമ്പോൾ. അത് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു വെബ്സൈറ്റ് തന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ആ ക്ലാസ്സിൻ്റെ ഏറ്റവും താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിങ്ക് കാണാൻ സാധിക്കും. fables.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറീസ് അതിലുണ്ടാവും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറീസിൻ്റെ ബിഗിനിങ്സ് കളക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറീസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ആ വെബ്സൈറ്റിൽ ഗൂഗിളിൽ കയറിയിട്ട് ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറീസ് കിട്ടും. ആ സ്റ്റോറീസിൻ്റെ എല്ലാം ബിഗിനിങ്സ് നിങ്ങളൊന്ന് കളക്ട് ചെയ്ത് നിങ്ങൾ ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യണം. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദെൻ ഈസ് write the beginnings you have collected on a chart and display it in your classroom. ഇപ്പം നമുക്ക് ക്ലാസ് റൂമിൽ അത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല, കാരണം സ്കൂള് തുറക്കാത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കളക്ട് ചെയ്ത് വെക്കുക. സ്കൂൾ തുറക്കുമ്പോൾ നമുക്കത് ക്ലാസ്സുകളിൽ നമുക്കത് ചാർട്ടിൽ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇപ്പം സ്റ്റോറീസിൻ്റെ ബിഗിനിങ്സ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിരിക്കുക ചാർട്ടിൽ. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ട്രൈ ടു റൈറ്റ് എ ഫ്യൂ ബിഗിനിങ്സ് ഓഫ് സ്റ്റോറീസ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്റ്റോറീസ് വായിച്ചതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ബിഗിനിങ്സ് എല്ലാം കളക്ട് ചെയ്യുന്നു. ഇനി നിങ്ങൾ സ്വയം കുറച്ച് ബിഗിനിങ്സ് ഒന്ന് എഴുതാൻ ശ്രമിച്ചുകൂടെ? നിങ്ങളുടേതായ രീതിയിൽ അങ്ങനെ ഒന്ന് ശ്രമിച്ചുകൂടെ? അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. കുറച്ച് ബിഗിനിങ്സ് ഒന്ന് എഴുതാൻ നോക്കുക. അതിനകത്തിൽ തെറ്റൊക്കെ വന്നിട്ട് അതൊന്നും കുഴപ്പമില്ല, അത് പിന്നീട് ശരിയായിക്കോളും. ഓക്കെ. അപ്പോൾ നിങ്ങളൊന്ന് എഴുതാൻ നോക്കുക ബിഗിനിങ്സ്. ആൻഡ് ദ നെക്സ്റ്റ് ആക്ടിവിറ്റി, വി ക്യാൻ ഗോ ടു ദ സെക്കൻഡ് ആക്ടിവിറ്റി. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പോകാം. Now let us examine the ending of the story. ഇനി നമുക്ക് സ്റ്റോറിയുടെ എൻഡിങ്, നമ്മൾ ഇത്രയും നേരം ബിഗിനിങ് ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു എൻഡിങ്, സ്റ്റോറിയുടെ എൻഡിങ്ങിൻ്റെ ആ ഒരു പ്രത്യേകത നമുക്കൊന്ന് നോക്കാം. ക്യാൻ യു തിങ്ക് ഓഫ് എ ഡിഫറെൻറ്റ് എൻഡിങ് ടു ദ സ്റ്റോറി? വ്യത്യസ്തങ്ങളായ എൻഡിങ് ആയിരിക്കും അല്ലേ ഒരു സ്റ്റോറിക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ പല സ്റ്റോറിക്ക് ഉണ്ടാവുക. വ്യത്യസ്തങ്ങളായ എൻഡിങ്ങും ബിഗിനിങ്ങും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഹിയർ ആർ ടു ഡിഫറെൻറ്റ് എൻഡിങ്സ്. നമ്മൾ നേരത്തെ പഠിച്ച ഫോക്സിൻ്റെയും ലയണിൻ്റെയും ആ ഒരു സ്റ്റോറിയിൽ നിന്ന് ഇവിടെ രണ്ട് ഡിഫറെൻറ്റ് എൻഡിങ്സ് ഇവിടെ തരുന്നുണ്ട്. ആഡ് എ ഫ്യൂ മോർ എൻഡിങ്സ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ട് എൻഡിങ്സും വായിച്ചതിന് ശേഷം ഇവിടെ ഒരു 4 ബോക്സ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ സ്വന്തമായിട്ടുള്ള എൻഡിങ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിപ്പോൾ ഈ ഈ എൻഡിങ്സ് ഞാനിപ്പം വായിച്ചതിന് ശേഷം ഐ വിൽ ഗിവ് യു ഫ്യൂ എൻഡിങ്സ് ഓൾസോ. ഞാൻ കുറച്ച് എൻഡിങ്സ് തരാം, അത് നിങ്ങൾ ഇവിടെ എഴുതുക. അതിനുശേഷം നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടേതായ രീതിയിൽ വേറെ എൻഡിങ്സ് നിങ്ങൾ എഴുതുക. ഓക്കെ. ദ ഫസ്റ്റ് വൺ, ദ ഫോക്സ് ആൻഡ് ദ അതർ ആനിമൽസ് ലീവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. ആ കഥ ഓർക്കുന്നുണ്ടല്ലോ നമ്മൾ നേരത്തെ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു എൻഡിങ് ആണിത്. ദ ഫോക്സ് ആൻഡ് ദ അതർ ആനിമൽസ് ലീവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. ആ സംഭവത്തിന് ശേഷം ഫോക്സും മറ്റുള്ള ആനിമൽസും വളരെ സന്തോഷകരമായിട്ട് ജീവിച്ചു. മറ്റൊരു എൻഡിങ് ആണിത്. The lion did not ever play any more trick on others. പിന്നീട് ഒരിക്കലും ആ ലയൺ ഇതേപോലൊക്കെയുള്ള ട്രിക്കുകൾ മറ്റുള്ളവരുടെ മേൽ പ്രയോഗിച്ചില്ല. അതൊരു നല്ല എൻഡിങ് ആണ്. ഐ വിൽ ഗിവ് യു ഫ്യൂ എൻഡിങ്സ് ഓൾസോ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് എൻഡിങ്സ് തരാം, നിങ്ങൾ എഴുതിക്കോളൂ. ഫോർ സേവിങ് ദം ദ അതർ ആനിമൽസ് റിവാർഡഡ് ദ ഫോക്സ്. മറ്റുള്ള ആനിമൽസിനെ എല്ലാം ഫോക്സ് രക്ഷപ്പെടുത്തി അല്ലേ? അതുകൊണ്ട് മറ്റുള്ള ആനിമൽസ് എല്ലാം കൂടി ഫോക്സിനൊരു റിവാർഡ്, ഒരു സമ്മാനം, ഒരു പ്രതിഫലം നൽകി. അത് നല്ലൊരു എൻഡിങ് ആണ്.
And the next one is the other animals came together. മറ്റുള്ള ആനിമൽസ് എല്ലാം കൂടി ഒരുമിച്ച് വന്നതിന് ശേഷം ആ സെൻഡ് ടു ദ ലയൺ, ആ ലയണിനോട് പറയുകയാണ് ഡോണ്ട് റിപ്പീറ്റ് ദിസ് വിക്കഡ് പ്ലാൻ. ഇനി മേലാൽ ഇങ്ങനെയുള്ള കുതന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് വരരുത്, ഇനി മേലാൽ ഇത് ചെയ്യരുത്, ഇങ്ങനെയുള്ള പരിപാടി ചെയ്യരുത് എന്ന് വാണിംഗ് കൊടുക്കുകയാണ് മറ്റുള്ള ആനിമൽസ് എല്ലാം ഒരുമിച്ച് വന്ന അവസാനം. സോ ദാറ്റ് ഈസ് ദ അനദർ എൻഡിങ്. And the next one is the lion understood his mistake and said sorry to all animals. ലയണിന് തൻ്റെ മിസ്റ്റേക്ക് മനസ്സിലാകുന്നു, അവസാനം മറ്റുള്ള ആനിമൽസിനോടെല്ലാം ക്ഷമ ചോദിക്കുന്നു. അത് ഒരു നല്ല എൻഡിങ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ആഫ്റ്റർ ദാറ്റ് നോബഡി വെന്റ് ടു വിസിറ്റ് ദ ലയൺ. അതിനുശേഷം ഫോക്സ് എല്ലാ ആനിമൽസിനോടും പോയി പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഒറ്റ ആനിമൽസും ആ ലയണിൻ്റെ ഗുഹയിലേക്ക് പോയില്ല. അതും നല്ലൊരു എൻഡിങ് ആണ്. സോ ദീസ് ആർ ദ few endings of the story Lion and the Fox. So ഇനി നിങ്ങൾ ചെയ്യേണ്ടത് along with the different beginnings of the stories you have collected, you may collect few endings also. ഇതേപോലെ നിങ്ങൾ ബിഗിനിങ്സ് ഞാൻ പറഞ്ഞ നേരത്തെ കളക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നു, അതേപോലെ നിങ്ങൾ സ്റ്റോറീസ് വായിക്കുമ്പോൾ എൻഡിങ്സ് കൂടെ കളക്ട് ചെയ്യുക. കളക്ട് ചെയ്ത് നമ്മൾ വൃത്തിയായിട്ട് നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പറിലോ ഒക്കെ എഴുതി വെക്കുക. നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ അത് നമുക്ക് ക്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്യാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റോറിയുടെ ബിഗിനിങ്ങും എൻഡിങ്ങും ഒക്കെ എങ്ങനെയാണ് വരേണ്ടതെന്ന് മനസ്സിലായി കാണുമല്ലോ. സോ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. എ സ്റ്റോറി ക്യാൻ ബി ഡെവലപ്ഡ് കളക്റ്റീവ്ലി. ലെറ്റ് us participate in the act of developing a story based on the answers to a few questions. ഇവിടെ ഒരു സ്റ്റോറിയെ ആസ്പദമാക്കി കുറേ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻസേഴ്സുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ഇത് വായിച്ചതിന് ശേഷം ഇവിടെ ഒരു 10 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ 10 ക്വസ്റ്റ്യനും കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആദ്യം വായിക്കണം. ഓരോ 10 ക്വസ്റ്റ്യനും വായിക്കുമ്പോൾ നിങ്ങൾ ഈ സ്റ്റോറിയുടെ ഏകദേശ രൂപം പിടികിട്ടും. അതിനുശേഷം ആ സ്റ്റോറി നമുക്ക് ഫുള്ളായിട്ട് എഴുതണം. അപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യനും വായിക്കാം, അതിനുശേഷം നമുക്കതിൻ്റെ സ്റ്റോറി എഴുതാം. ഓക്കെ, ഫസ്റ്റ് വൺ, ദ സ്റ്റോറി ഈസ് അബൌട്ട് എ കിങ് ആൻഡ് എ ക്യൂൻ. ഈ സ്റ്റോറി, നമ്മളിപ്പോൾ എഴുതാൻ പോകുന്ന സ്റ്റോറി ഒരു കിങ്ങിൻ്റെയും ക്യൂനിൻ്റെയും കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ്. ഒരു രാജാവിൻ്റെയും രാജ്ഞിയുടെയും കഥയാണ്. വേർ ഡിഡ് ദേ ലീവ്? എവിടെയായിരുന്നു അവരുടെ താമസം? ഇൻ എ കാസിൽ, ഇൻ എ പാലസ്, ഇൻ എ മാൻഷൻ, ഇൻ എ സ്റ്റേറ്റ്ലി ഹോം. സോ ഇവിടെ നിങ്ങൾക്ക് കിങ് ആൻഡ് ക്യൂൻ ആയതുകൊണ്ട് നമുക്കതിന് യോജിക്കുന്ന ഒരു പ്ലേസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ ഇൻ എ പാലസ് എന്നുള്ളതാണ് എടുക്കുന്നത്. ഇൻ എ പാലസ്, കിങ് ആൻഡ് ക്യൂൻ ആയതുകൊണ്ട് ഇൻ എ പാലസ് എന്നുള്ള ഓപ്ഷനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ വെർ ഡിഡ് ദേ ലീവ്? ഇൻ എ പാലസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ കിങ് ആൻഡ് ദ ക്യൂൻ ഹാഡ് എ ഡോട്ടർ. ആ രാജാവിനും രാജ്ഞിക്കും ഒരു മകളുണ്ടായിരുന്നു. വാട്ട് വാസ് ഹെർ നെയിം? എന്തായിരുന്നു അവളുടെ പേര്? ഇവിടെ കുറേ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ജെയിൻ, കല്യാണി, ഗൗരി, റബിയ, ടീന. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരെടുക്കാം. ഞാനിവിടെ ജെയിൻ എന്നെടുക്കുകയാണ്. കല്യാണി എന്നോ ഗൗരി എന്നോ ഒക്കെ നിങ്ങൾക്കെടുക്കാം. ഞാനിവിടെ ജെയിൻ എന്നെടുക്കുന്നു. ഹൗ ഡിഡ് ഷീ ലുക്ക് ലൈക്ക്? എങ്ങനെയാണ് ആ ജെയിനിനെ കാണാൻ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ കാണാൻ എങ്ങനെയാണ്? ബ്യൂട്ടിഫുൾ, പ്രെറ്റി, അഗ്ലി, ഗോർജിയസ്, സ്ലിം. ഇതിലേതാണ്? ഞാൻ ബ്യൂട്ടിഫുൾ എന്നുള്ള എടുക്കുകയാണ്. ഇപ്പോൾ രാജാവിൻ്റെയും രാജ്ഞിയുടെയും മകളല്ലേ, അപ്പോൾ പ്രെറ്റിയോ, നിങ്ങൾക്ക് പ്രെറ്റി വേണേൽ എടുക്കാം, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ എടുക്കാം. ഞാനിവിടെ ബ്യൂട്ടിഫുൾ എടുക്കുകയാണ്. ആൻഡ് 3, വാട്ട് വാസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പ്രിൻസസ്? ആ രാജകുമാരിയുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? ഓൾവേസ് സാഡ്, ഹാപ്പി, ഗ്ലൂമി, ലൈവ്ലി. എങ്ങനെയായിരുന്നു? ഞാനിവിടെ ഓൾവേസ് സാഡ് എന്നുള്ളത് എടുക്കുകയാണ്. കാരണം നമുക്ക് ആ സ്റ്റോറിക്ക് അനുസരിച്ചുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വായിക്കുമ്പോൾ നമുക്ക് ആ സ്റ്റോറിയുടെ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടും. അപ്പോൾ ഓൾവേസ് സാഡ്, ആ ഒരു രാജകുമാരി എപ്പോഴും ദുഃഖിതയായിരുന്നു, ഓൾവേസ് സാഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് ഞാൻ എടുക്കുന്നത്. ഫോർത്ത് വൺ, ദ ക്യൂൻ ഓഫേർഡ് സംതിങ് ആസ് എ റിവാർഡ്. വാട്ട് വാസ് ഇറ്റ്? ക്യൂൻ എന്ത് ചെയ്യുന്നു? ഒരു റിവാർഡ്, ഒരു പ്രതിഫലം, അല്ലെങ്കിൽ ഒരു റിവാർഡ് പ്രഖ്യാപിക്കുകയാണ്, ഓഫർ ചെയ്യുകയാണ്. വാട്ട് വാസ് ഇറ്റ്? എന്തായിരുന്നു ആ റിവാർഡ്? അപ്പോൾ എ റിങ്, ഒരു റിങ് ആകാം, ഗോൾഡ് കോയിൻസ്, എ സാക്ക് ഓഫ് റൈസ്. അപ്പോൾ ഏതാകാം? ഞാനിവിടെ ഒരു റിങ് എടുക്കുകയാണ്, എ റിങ് എന്നുള്ളത് എടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡ് കോയിൻസ് എടുക്കാം, ഏത് ഓപ്ഷൻ എടുത്താലും കുഴപ്പമില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ, വാട്ട് ഡിഡ് ദ മ്യൂസിഷ്യൻ പ്ലേ ഓൺ? മ്യൂസിഷ്യൻ എന്തായിരുന്നു വായിച്ചത്? എ ഫ്ലൂട്ട്, എ ഗിറ്റാർ, ഹാർമോണിയം ആൻഡ് എ പിയാനോ.
ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ എ ഫ്ലൂട്ട് എന്നുള്ളത് എടുക്കുകയാണ്. 6. What did the fairy and the joker do? ഫെയറിയും ജോക്കറും എന്താണ് ചെയ്തത്? The fairy cast a magic spell. ഒരു മാജിക് ഫെയറി കാണിച്ചു and blessed her. The joker told jokes, did a somersault. So ഞാനിവിടെ the fairy cast a magic spell, the joker told jokes എന്നുള്ള ഓപ്ഷന് എടുക്കുകയാണ്. And the 7th one, there was the young man in the story. ഈ സ്റ്റോറിയിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. What was he? എന്തായിരുന്നു അദ്ദേഹം ആരായിരുന്നു? What was he? A teacher, a musician, a wrestler. ടീച്ചർ ആകാം, ഒരു മ്യൂസിഷ്യന്, അല്ലെങ്കിൽ ഒരു റെസ്ലർ ആകാം. ഞാനിവിടെ എ മ്യൂസിഷ്യൻ എടുക്കുകയാണ്. കാരണം ഒരു സംഗീതപരമായ ഒരു ബന്ധം ഈ സ്റ്റോറിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എ മ്യൂസിഷ്യൻ എന്നുള്ളത് എടുക്കുകയാണ്. 8. The boy in the story had a pet. What was it? ഈ സ്റ്റോറിയിലെ ബോയ്ക്ക് അല്ലെങ്കിൽ ആ യങ് മാന് ഒരു പെറ്റ് ഉണ്ട്. എന്തായിരുന്നു? വാട്ട് വാസ് ഇറ്റ്? എ കാറ്റ്, എ ഡോഗ്, സ്ക്യൂറൽ, എ പാരറ്റ് ആൻഡ് എ ബെയർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഞാനിവിടെ എ ബെയർ എന്നുള്ളത് എടുക്കുകയാണ്, ഒരു കരടി, എ ബെയർ. 9th question, what happens when the princess saw the pet? ആ പെറ്റിനെ കണ്ടപ്പോൾ, ആ യങ് മാൻ്റെ പെറ്റിനെ കണ്ടപ്പോൾ ആ പ്രിൻസസിന് എന്ത് സംഭവിച്ചു? ഹാപ്പി, സാഡ്, ഫ്രൈറ്റൻ, എക്സൈറ്റഡ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഓൾവേസ് സാഡ് ആണെന്ന് പറഞ്ഞു, എപ്പോഴും ദുഃഖിതയായിരുന്നു ആ പെൺകുട്ടി. അപ്പം ആ പ്രിൻസസിന് അപ്പോൾ ഈ ബെയറിനെ കണ്ടപ്പോൾ ഹാപ്പി ആകുന്നു. അപ്പോൾ ഞാനിവിടെ ഹാപ്പി എന്നുള്ളത് എടുക്കുകയാണ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വൺ ദ പ്രൈസ്? ആർക്കായിരുന്നു സമ്മാനം കിട്ടിയത്? രാജ്ഞി സമ്മാനം പ്രഖ്യാപിച്ചിരുന്നു, റിവാർഡ് പ്രഖ്യാപിച്ചായിരുന്നു അല്ലേ? അപ്പോൾ ആർക്കായിരുന്നു അത് കിട്ടിയിരുന്നത്? നമ്മൾ ആരെയാണോ എടുത്തത്, ആരെയാണോ നമ്മൾ ആ പ്രിൻസസിനെ ചിരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഏത് മൃഗത്തെയായിരുന്നു അല്ലെങ്കിൽ ഏത് പെറ്റിനെയായിരുന്നു നമ്മൾ എടുത്തത്, അതിനായിരിക്കുമല്ലോ സമ്മാനം കിട്ടുന്നത്. അപ്പോൾ ദ ക്യാറ്റ്, ദ ഡോഗ്, ദ സ്ക്വിറൽ, ദ പാരറ്റ്, ദ ബെയർ, നോ വൺ. ഞാൻ ദ ബെയർ എന്നുള്ളത് എടുക്കുകയാണ്. ബെയർ ആയിരുന്നു ഞാൻ നേരത്തെ ആ പെറ്റ് നെയിമായിട്ട് കൊടുത്തിരുന്നത്. സോ ഏകദേശം സ്റ്റോറിയുടെ രൂപം നിങ്ങൾക്ക് കിട്ടിക്കാണും. ഒരിടത്ത് ഒരു ഇത്രയുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഒരു രാജാവിൻ്റെ ആജ്ഞയുണ്ടായിരുന്നു. അവർ ഒരു പാലസിലായിരുന്നു താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ അവർക്കൊരു മകളുണ്ടായിരുന്നു, ജെയിൻ എന്നായിരുന്നു പേര്. ആ ജെയിൻ എന്ന് പറയുന്ന ആ മകൾ എപ്പോഴും ഓൾവേസ് സാഡ് ആയിരുന്നു, എന്ന് വെച്ചാൽ എപ്പോഴും ദുഃഖിതയായിരുന്നു. വളരെ മനോഹരിയായിരുന്നു, പക്ഷേ എപ്പോഴും ദുഃഖിതയായിരുന്നു കാണാനെ കൊണ്ട്. ഒരു സമയത്തും ചിരിയേ ഇല്ല, ആ മുഖത്ത് ചിരി വരുന്നില്ല. അപ്പോൾ എപ്പോഴും ദുഃഖിതയായിരിക്കുന്ന ആ ഒരു തൻ്റെ മകളെ സന്തോഷിപ്പിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ സന്തോഷിപ്പിക്കാൻ മുന്നോട്ട് വരുന്നവർക്ക് കഴിയുന്നവർക്ക് ഒരു പ്രതിഫലം ആ രാജ്ഞി പ്രഖ്യാപിക്കും, ഒരു ഓഫർ, ഒരു റിവാർഡ് പ്രഖ്യാപിക്കുന്നു. അതൊരു റിംഗ് ആയിരുന്നു. അപ്പോൾ മ്യൂസിഷ്യൻ വന്നതിന് ശേഷം ഫ്ലൂട്ട് വായിച്ചു. പക്ഷെങ്കിൽ ആ രാജ്ഞിക്ക് രാജകുമാരിക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, ചിരിപ്പിക്കാൻ കഴിയുന്നില്ല. പിന്നീട് ഫെയറി വരുന്നു, ജോക്കർ വരുന്നു. ഫെയറി മാജിക് കാണിക്കുന്നു, ജോക്കർ ജോക്സ് ഒക്കെ പറയുന്നു. പക്ഷെ ഇന്നും ആ രാജകുമാരിക്ക് യാതൊരു മാറ്റവും വരുന്നില്ല, ചിരിക്കുന്നില്ല, എപ്പോഴും ദുഃഖിത തന്നെയാണ്. അതിനുശേഷം ഒരു ദിവസം അവിടെ ഒരു യങ് മാൻ, ഒരു ചെറുപ്പക്കാരൻ വരുന്നു. ആ ചെറുപ്പക്കാരൻ ഒരു മ്യൂസിഷ്യൻ ആയിരുന്നു. മാത്രമല്ല ആ ചെറുപ്പക്കാരൻ്റെ കൂടെ ഒരു ബെയർ ഉണ്ടായിരുന്നു. അവൻ ഓമനിച്ച് വളർത്തുന്ന ഒരു കുസൃതിക്കാരനായ അല്ലെങ്കിൽ ഒരു വികൃതിത്തരങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ബെയർ ആയിരുന്നു അത്. അപ്പോൾ ആ ബെയറിനെ രാജകുമാരി കാണാൻ ഇടയാകുന്നു. ആ ബെയറിൻ്റെ കുസൃതിത്തരങ്ങളൊക്കെ കാണുമ്പോൾ വളരെ നാച്ചുറലായിട്ട് നമ്മളുടെ രാജകുമാരിക്ക് ഈ ബെയറിനെ ഇഷ്ടപ്പെടുകയും ബെയറിൻ്റെ കുസൃതികളൊക്കെ ഇഷ്ടപ്പെട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് നമ്മളുടെ രാജ്ഞിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ആ ബെയറിന് തൻ്റെ പ്രതിഫലം, തൻ്റെ സമ്മാനം ആ ബെയറിന് നൽകുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ആ സ്റ്റോറിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ സ്റ്റോറിയിൽ നിന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഈ 10 ചോദ്യങ്ങളിൽ നിന്ന് ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് നമ്മൾ ആ സ്റ്റോറി ആക്കി. ഇനി നമുക്ക് ആ സ്റ്റോറി ഒന്ന് എഴുതി നോക്കാം. സോ വി ക്യാൻ ഗോ ടു റൈറ്റ് ദ സ്റ്റോറി. So this is the activity of the story writing. Now write the story and give a suitable title. ആ സ്റ്റോറി എഴുതിയാൽ മാത്രം പോരാ, അതിനൊരു നല്ല പേര് കൊടുക്കണം. The beginning of the story is given. ഇവിടെ ആ സ്റ്റോറിയുടെ ബിഗിനിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, ആ സ്റ്റോറി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. So this is the story, ജെയിൻ ആൻഡ് ദ ബെയർ. ജെയിൻ ആൻഡ് ദ ബെയർ എന്നാണ് ഞാൻ ഈ സ്റ്റോറിക്ക് പേര് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പേര്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ജെയിൻ ആൻഡ് ദ ബെയർ എന്ന പേര് നൽകാം. ജെയിൻ ആൻഡ് ദ ബെയർ. വൺസ് അപ്പോൺ എ ടൈം ദെയർ വാസ് എ കിങ് ആൻഡ് എ ക്യൂൻ. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോറി ഒന്ന് എഴുതിയെടുക്കുക.
എന്താണ് ഫസ്റ്റ് ബിഗിനിങ് എന്താണ്? വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ കിങ് ആൻഡ് എ ക്യൂൻ. ഒരിക്കലൊരിടത്ത് ഒരു രാജാവും രാജ്ഞിയും ജീവിച്ചിരുന്നു. ദേ ലീവ്ഡ് ഇൻ എ ലവ്ലി ഗോൾഡൻ പാലസ്. വളരെ മനോഹരമായ ഒരു ഗോൾഡൻ പാലസിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. ദേ ഹാഡ് എ വെരി ബ്യൂട്ടിഫുൾ ഡോട്ടർ നെയിംഡ് ജെയിൻ. അവർക്ക് വളരെ സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. ജെയിൻ എന്നായിരുന്നു പേര്. ബട്ട് ജെയിൻ വാസ് ഓൾവേസ് സാഡ്. പക്ഷേ ജെയിൻ എപ്പോഴും ദുഃഖിതയായിരുന്നു. ഷീ നെവർ ലാഫ്ഡ് ഓർ സ്മൈൽ. ഒരു സമയത്തും ഒരു ചിരിയോ ഒരു പുഞ്ചിരിയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. എപ്പോഴും ദുഃഖിതയായിരുന്നു. ബോത്ത് ദ കിങ് ആൻഡ് ദ ക്യൂൻ വെയർ ക്വൈറ്റ് വാറിഡ് അബൌട്ട് ദെയർ ഡോട്ടർ. ഈ മകളെക്കുറിച്ച് ഓർത്ത് രാജാവിനും രാജ്ഞിക്കും എപ്പോഴും ദുഃഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവളുടെ ഈ അവസ്ഥ മാറിക്കിട്ടണം, ഒന്ന് ചിരിക്കണം, അത്രേ വേണ്ടുള്ളൂ. വൺ ഡേ ദ ക്യൂൻ ഓഫേർഡ് എ ഗോൾഡൻ റിംഗ് ടു ദ പേഴ്സൺ ഹു കുഡ് മേക്ക് ജെയിൻ ഹാപ്പി. ഒരു ദിവസം അങ്ങനെ രാജ്ഞി ഒരു ഓഫർ മുന്നോട്ട് വയ്ക്കുകയാണ്. ആരാണോ തൻ്റെ മകൾ ജെയിനെ ഹാപ്പി ആക്കുന്നത്, ചിരിപ്പിക്കുന്നത്, അവർക്ക് ഞാൻ ഒരു റിങ്, ഒരു മോതിരം, ഒരു ഗോൾഡൻ റിങ് പ്രതിഫലമായിട്ട് കൊടുക്കുന്നതായിരിക്കും, സമ്മാനമായി കൊടുക്കുന്നതായിരിക്കും. എ മ്യൂസിഷ്യൻ മ്യൂസിഷ്യൻ വന്നു ആൻഡ് പ്ലേഡ് ദ ഫ്ലൂട്ട് വായിച്ചു. അതിനുശേഷം എ ഫെയറി കാസ്റ്റ് എ മാജിക് സ്പെൽ. ഫെയറി വന്ന് ഒരു മാജിക് കാണിച്ചു. ആൻഡ് എ ജോക്കർ ആൻഡ് ക്രാക്ക് ജോക്കർ വന്ന് ഒരുപാട് ജോക്സ് ഒക്കെ കാണിച്ചു. ബട്ട് നോബഡി കുഡ് മേക്ക് ഹെർ സ്മൈൽ ഓർ ലവ്. പക്ഷെ അവർക്ക് ആർക്കും ഈ രാജകുമാരിയെ ജെയിനെ ചിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. ആസ് ഡേയ്സ് പാസ്റ്റ്, അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എ യങ് മ്യൂസിഷ്യൻ കെയിം ടു വർക്ക് അറ്റ് ദ ക്യൂൻസ് പാലസ്. ഒരു ചെറുപ്പക്കാരനായ ഒരു മ്യൂസിഷ്യൻ ക്യൂനിൻ്റെ കൊട്ടാരത്തിൽ വന്നു. ഹി വാസ് അക്കമ്പനീഡ് ബൈ ഹിസ് ലിറ്റിൽ ബെയർ. ആ ചെറുപ്പക്കാരൻ്റെ കൂടെ ഒരു ലിറ്റിൽ ബെയർ കൂടി ഉണ്ടായിരുന്നു, ഒരു കരടി ഉണ്ടായിരുന്നു. ചെറിയൊരു കരടിക്കുട്ടി ഉണ്ടായിരുന്നു. ദ ബെയർ വാസ് ബ്രില്യൻറ്റ് ആൻഡ് ഹി ക്യാപ്ചർഡ് എവരി വൺസ് ഹാർട്ട്. വികൃതികളും കുസൃതികളൊക്കെ കാണിക്കുന്ന എല്ലാവരുടെയും ഹൃദയം കീഴടക്കാൻ കഴിയുന്ന ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഒന്നായിരുന്നു ആ ബെയർ, പെറ്റായിരുന്നു. വൺ ഡേ വൈൽ ജെയിൻ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ബാൽക്കണി. ഒരു ദിവസം ജെയിൻ ഇങ്ങനെ കൊട്ടാരത്തിൻ്റെ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു. ഷീ സോ ദ ബെയർ. ആ ബെയറിനെ കണ്ടു അവൾ. ഷീ വാസ് ഹാപ്പി ടു സീ ദ ബെയർസ് പ്രാങ്ക്സ്. ബെയറിൻ്റെ ആ തമാശകൾ കുസൃതികളൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. പെട്ടെന്ന് രാജകുമാരിക്ക് സന്തോഷമായി. ഷീ വാസ് ഹാപ്പി ടു സീ ദ ബെയർസ് പ്രാങ്ക്സ്. ഷീ സ്റ്റാർട്ടഡ് ടു ലാഫ് ആൻഡ് സ്മൈൽ. രാജകുമാരി അറിയാതെ ചിരിച്ചു പോയി. ഷീ സ്റ്റാർട്ടഡ് ടു ലാഫ് ആൻഡ് സ്മൈൽ. പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ദ ക്യൂൻ വാസ് വെരി ഹാപ്പി. ക്യൂൻ രാജ്ഞി ഇത് കണ്ടിട്ട് ഒരുപാട് സന്തോഷമായി രാജ്ഞിക്ക്. ആൻഡ് കെപ്റ്റ് ഹർ പ്രോമിസ് ബൈ റിവാർഡിങ് ദ ബെയർ വിത്ത് എ ഗോൾഡൻ റിംഗ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താൻ കൊടുക്കാമെന്ന് പറഞ്ഞ ആ റിങ്, ഗോൾഡൻ റിങ് ആർക്ക് കൊടുത്തു? തൻ്റെ ആ ബെയറിന് കൊടുക്കുകയും ചെയ്തു. സോ ദാറ്റ് വാസ് ദ സ്റ്റോറി. ഇപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെയാണ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലായി കാണും. Okay, so you can write this story in your notebook. We can go to the next activity. So activity 5. ഇപ്പോൾ നമ്മൾ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആക്ടിവിറ്റീസ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോറീസ് റൈറ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു നല്ല എബിലിറ്റി ഉണ്ടാവും. നമുക്ക് 5ാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. എ സ്റ്റോറി ഈസ് ഗിവൺ ഇൻ ജംബിൾഡ് ഓർഡർ. ഇവിടെ ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് ജംബിൾഡ് ഓർഡറിലാണ്, കൃത്യമായ ഓർഡറിലല്ല കൊടുത്തിരിക്കുന്നത്. റീറൈറ്റ് ദ സ്റ്റോറി ഇൻ ദ കറക്റ്റ് സീക്വൻസ്. അപ്പോൾ സ്റ്റോറിയുടെ സീക്വൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സീക്വൻസ് ഒന്ന് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഇത് നല്ലൊരു സ്റ്റോറി ആയിട്ട് നമുക്ക് കിട്ടും. സോ ഇതിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സീക്വൻസ് കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കി എല്ലാം തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് സീക്വൻസ് ഒന്ന് വായിക്കാം. ഇവിടെ ചിത്രം കാണുന്നുണ്ടല്ലോ. വൺസ് ദെയർ ലീവ്ഡ് 3 ലിറ്റിൽ പിഗ്സ്. ഒരിക്കലൊരിടത്ത് 3 ചെറിയ പന്നിക്കുട്ടികൾ ജീവിച്ചിരുന്നു. വൺസ് ദെയർ ലീവ്ഡ് 3 ലിറ്റിൽ പിഗ്സ്. സോ ദ ലാസ്റ്റ് സീക്വൻസ് എന്താണ്? ദ 2 ലിറ്റിൽ പിഗ്സ് നൗ ഫെൽ സോറി ഫോർ ബീയിങ് സോ ലേസി. ദ 2 ബിൽഡ് ദെയർ ഹൗസസ് വിത്ത് ബ്രിക്സ് ആൻഡ് ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നുള്ളതാണ്. സോ ഇത് കറക്റ്റായിട്ടുള്ള സീക്വൻസിൽ നമ്മൾ എഴുതി കഴിയുമ്പോൾ ഇതിൻ്റെ സ്റ്റോറി നല്ല സ്റ്റോറി ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ സീക്വൻസ് ഒന്ന് അറേഞ്ച് ചെയ്ത് കറക്റ്റ് ഓർഡറിലാക്കാം. അപ്പോൾ ഫസ്റ്റ് സീക്വൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൺസ് ദേ ആർ ലീവ്ഡ് 3 ലിറ്റിൽ പിഗ്സ്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ദിസ് വൺ ഈസ് ദ നെക്സ്റ്റ്. അടുത്തതായിട്ട് വരേണ്ട സീക്വൻസ് ഇതാണ്. ദ ഫസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് പിഗ്സ് വെയർ ലേസി. അപ്പോൾ 3 ലിറ്റിൽ പിഗ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, പന്നിക്കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്.
ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പിഗ്സ് വെയർ ലേസി. അതിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഒന്നാമത്തെയും രണ്ടാമത്തെയും പിഗ്സ് വളരെ മടിയന്മാരായിരുന്നു. ഒന്നും രണ്ടും പിഗ്സ് വളരെ മടിയന്മാരായിരുന്നു. ആൻഡ് ദേ ബിൽഡ് ദെയർ ഹൗസസ് വെരി ക്വിക്ക്ലി വിത്ത് സ്ട്രോ. അവരുടെ വീടുണ്ടാക്കിയത് വളരെ പെട്ടെന്നാണ് സ്ട്രോ ഉപയോഗിച്ച്. സ്ട്രോ എന്ന് പറഞ്ഞാൽ ഈ വൈക്കോൽ പീസസൊക്കെ വൈക്കോലൊക്കെ വെച്ച് പുല്ലുകളൊക്കെ വെച്ച് വളരെ എളുപ്പത്തിൽ ഒരു വീട് അങ്ങ് തട്ടിക്കൂട്ടി, ഒന്നാമത്തെയും രണ്ടാമത്തെയും പിഗ്സ് ചേർന്നിട്ട്. സോ മൂന്നാമത്തെ പിഗ്സ് അപ്പോൾ എന്താ ചെയ്തത്? അപ്പോൾ അടുത്ത ഇവൻ്റ് ഏതാണ് വരേണ്ടത്? ദിസ് വൺ ഈസ് ദ നെക്സ്റ്റ് വൺ. ദ തേർഡ് പിഗ് വർക്ക്ഡ് ഹാർഡ്ലി ഓൾ ഡേ. തേർഡ് പിഗ് വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് ദിവസം പണിയെടുത്തിട്ട് ആൻഡ് ബിൽഡ് ഹിസ് ഹൗസ് സ്ട്രോങ് വിത്ത് ബ്രിക്സ് കൊണ്ട് നല്ല ബലമുള്ള ചുടുകട്ടകൾ കൊണ്ട് നല്ല ബലമുള്ള വീട് അവനുണ്ടാക്കി. മൂന്നാമത്തെ പിഗ്. ആദ്യത്തെ ഒന്നും രണ്ടും പിഗ് മടിയന്മാരായിരുന്നു. അവരെന്താ ചെയ്തത്? അവർ ചെയ്തത് വൈക്കോലും പുല്ലുകളും ഒക്കെ വെച്ച് ചെറിയ ചെറിയ കമ്പുകളൊക്കെ വെച്ച് ഒരു വീട് പെട്ടെന്ന് തട്ടിക്കൂട്ടി, അല്ലേ, മടിയന്മാരായതുകൊണ്ട്. പക്ഷേ മൂന്നാമത്തെ പിഗ് എന്താ ചെയ്തത്? ഒരുപാട് ദിവസം എടുത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രിക്സുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്തു? ഒരു നല്ല ഉറപ്പുള്ള ഒരു വീടുണ്ടാക്കി, ബലമുള്ള ഒരു വീടുണ്ടാക്കി. പിന്നീട് എന്ത് സംഭവിച്ചു? വാട്ട് ഈസ് ദ നെക്സ്റ്റ് ഇവൻറ്റ്? തേർഡ് വൺ ഈസ് എ ബിഗ് ബാഡ് വൂൾഫ് സോ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പിഗ്. ഒരു ദിവസം ഒരു വലിയ ചെന്നായ വഴി വന്നു. ആ ചെന്നായ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും പിഗ്സിനെ കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? ആ ചെന്നായ വലിയ ചെന്നായയാണല്ലേ, അവൻ എന്ത് ചെയ്തു? ആൻഡ് ഡിസൈഡഡ് ടു മേക്ക് എ മീൽ ഓഫ് ദം. അതിനെ കടിച്ച് തിന്നാൻ തീരുമാനിച്ചു, അവയെ തിന്നാൻ തീരുമാനിച്ചു. നെക്സ്റ്റ് വൺ ഈസ് ഫോർത്ത് വൺ. ദിസ് വൺ ഈസ് ദ ഫോർത്ത് വൺ. ഈവൻ ദോ ദ പിഗ്സ് ട്രൈഡ് ടു ഹൈഡ് ഇൻ ദെയർ ഹൗസ് ദ വൂൾഫ് ബ്ലോ ഇറ്റ് ഡൗൺ മിനിറ്റ്സ്. അപ്പോൾ ആ ഒന്നാമത്തെയും രണ്ടാമത്തെയും പിഗ്സ് എന്ത് ചെയ്തു? അത് പെട്ടെന്ന് ചാടി എങ്ങോട്ട് പോയി? അവരുടെ വീട്ടിലേക്ക്. പെട്ടെന്ന് തട്ടിക്കൂട്ടിയ വീടുണ്ടല്ലോ, അതിലേക്ക് കയറി ഒളിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിൽ കയറിയപ്പോൾ എന്ത് ചെയ്തു? വൂൾഫ് എന്ത് ചെയ്തു? ദ വൂൾഫ് ബ്ലോ ഇറ്റ് ഡൗൺ മിനിറ്റ്സ്. നിമിഷങ്ങൾക്കുള്ളിൽ വൂൾഫ് അവരുടെ വീട് തകർത്തു. കാരണം വൈക്കോല് കൊണ്ടൊക്കെ തട്ടിക്കൂട്ടിയ വീടായിരുന്നു, അല്ലേ? അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തകർക്കാൻ വൂൾഫിന് കഴിഞ്ഞു ഒന്നാമത്തെയും രണ്ടാമത്തെയും പിഗ്സിൻ്റെ വീട്. സോ ദ നെക്സ്റ്റ് ഇവൻ്റ് ഈസ് ഫിഫ്ത്ത് വൺ. This. Now the two little pigs were terrified. അയ്യോ, വീട് തകർത്തപ്പോൾ അവർക്ക് പേടിയായി ഒന്നാമത്തെ രണ്ടാമത്തെ പിഗ്സിന്. അവരെന്ത് ചെയ്തു? ആൻഡ് they ran to the third pig's house. അവർ മൂന്നാമത്തെ പിഗ്സിൻ്റെ വീട്ടിലേക്ക് ഓടി. They ran to the third pig's house. That is the next event, fifth one. And the sixth one is the wolf tried to huff and puff the house down. വൂൾഫ് മൂന്നാമത്തെ പിഗ്സിൻ്റെ വീട് അടിച്ച് തകർക്കാൻ ശ്രമിച്ചു. ബട്ട് ഹി കുഡ് നോട്ട് ആൻഡ് ഹി ഡൈഡ് ഇൻ ദ അറ്റംപ്റ്റ്. പക്ഷേ ആ വൂൾഫിന് കഴിഞ്ഞില്ല, അവൻ ആ അറ്റംപ്റ്റിൽ മരിക്കുകയും ചെയ്തു. ദാറ്റ് ഈസ് ദ സിക്സ്ത് വൺ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഏതാണ്? അപ്പോൾ ആ വൂൾഫ് അവിടെ മരിക്കുന്നു, മൂന്നാമത്തെ പിഗ്സിൻ്റെ വീട് തകർക്കാൻ കഴിയുന്നില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് the two little pigs now felt sorry for being so lazy. സോ മടിയന്മാരായ ആ പിഗ്സിന് ഇപ്പോൾ അവരുടെ ആ ഒരു ലേസിനെസ്സിനെ കുറിച്ച് മനസ്സിലായി. അവർക്ക് ഒരുപാട് വിഷമം തോന്നി, അതിൽ നിരാശ തോന്നി, കുറ്റബോധം തോന്നി. They too built their houses with bricks and lived happily ever after. പിന്നീട് അവരും അവരുടെ വീടുകൾ കഷ്ടപ്പെട്ട് ബ്രിക്സ് ഉപയോഗിച്ചുണ്ടാക്കി വളരെ സന്തോഷകരമായി പിന്നീട് ജീവിച്ചു. സോ ദിസ് വാസ് ദ സ്റ്റോറി. അപ്പോൾ സ്റ്റോറിയുടെ സീക്വൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അത് കറക്റ്റ് ഓർഡറിൽ ആക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ അതൊന്ന് നോട്ട്ബുക്കിലോട്ട് എഴുതണം. ഈ സ്റ്റോറി വൃത്തിയായിട്ട് നോട്ട്ബുക്കിലോട്ട് എഴുതി ഇതിൻ്റെ ഒരു പേരൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, സോ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. സോ ആക്ടിവിറ്റി 6, വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി. ഇതും നമുക്ക് സ്റ്റോറി എഴുതാൻ സഹായിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ സ്റ്റോറി ഗിവൺ ബിലോ. ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അറിയാമല്ലോ, ഈ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്റ്റോറി മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ ആ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ ഈ സ്റ്റോറി ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഭാഗമേ കൊടുത്തിട്ടുള്ളൂ, ബാക്കി നമ്മൾ തന്നെ എഴുതണം. സോ ഐ വിൽ റീഡ് ദ സ്റ്റോറി ഫസ്റ്റ്. വി ക്യാൻ ഗോ ടു ദ സ്റ്റോറി. വൺ മോർണിംഗ് എ ഫോക്സ് വാസ് വാക്കിംഗ് ത്രൂ ദ വുഡ്സ്. ഒരു ദിവസം രാവിലെ ഒരു ഫോക്സ് കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. വുഡ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന കാടെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാട്ടിലൂടെ ഇങ്ങനെ ഫോക്സ് നടക്കുകയായിരുന്നു ഒരു ദിവസം രാവിലെ. ഹി വാസ് ലുക്കിംഗ് ഫോർ സംതിങ് ടേസ്റ്റി ടു ഈറ്റ്. എന്തെങ്കിലും വളരെ രുചികരമായ ഭക്ഷണം കിട്ടുമോ എന്ന് അവനിങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. സൂൺ
ഹിസ് നോസ് പിക്ഡ് അപ്പ് എ സെൻറ്റ്. പെട്ടെന്ന് അവൻ്റെ മൂക്കിലൊരു മണമടിച്ചു. എന്തോ നല്ല ഒരു മണം. എ സെൻറ്റ് ഓഫ് സംതിങ് വെരി സ്വീറ്റ്. വളരെ ഒരു നല്ല മാധുര്യമുള്ള മണം, നല്ല മധുര പലഹാരത്തിൻ്റെ ഒരു മണം അവൻ്റെ മൂക്കിലടിച്ചു. ഹി സ്റ്റുഡ് സ്റ്റിൽ. അവൻ അവിടെ നിന്നു. ആൻഡ് സ്നിഫ് ദ എയർ. ഇങ്ങനെ മണം പിടിച്ചു, മണത്ത് നോക്കി എന്താണ്, എവിടെ നിന്നാണ് ഈ സ്മെല്ല് വരുന്നത് എന്ന്. ദ ഫോക്സ് ഡിഡിൻറ്റ് ഹാവ് ടു വെയിറ്റ് ലോങ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇറ്റ് വാസ്. ഒരുപാട് സമയം അവന് മണം പിടിക്കേണ്ടി വന്നില്ല അത് എന്താണെന്ന് കണ്ടെത്താൻ. എ ക്രോ വാസ് സിറ്റിംഗ് ഓൺ എ ബ്രാഞ്ച് ഹൈ അപ്പ് ഇൻ എ ട്രീ. അവൻ നോക്കുമ്പോൾ ഒരു ട്രീയുടെ മുകളിലായിട്ട് ഒരു ക്രോ ഇങ്ങനെ ഇരിപ്പുണ്ട്. നമുക്ക് ചിത്രത്തിൽ കാണാമല്ലോ, ഒരു ക്രോ ഇങ്ങനെ ട്രീയുടെ മുകളിൽ ഒരു ബ്രാഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ നോക്കുമ്പോൾ അതാണ് കണ്ടത്. പിന്നെ എന്തുകൊണ്ട് ആ ക്രോയുടെ കയ്യിൽ എന്തുകൊണ്ട്, ചുണ്ടിൽ എന്തുകൊണ്ട്? ആൻഡ് ഇൻ ഇറ്റ്സ് ബീക്ക് വാസ് ദ ബിഗ്ഗസ്റ്റ് പീസ് ഓഫ് ചീസ് ഹി ഹാഡ് എവർ സീൻ. സോ അവിടെ നിന്നാണ് ആ സ്മെല്ല് വരുന്നത്. ക്രോയുടെ വായിൽ, ക്രോയുടെ ആ ചുണ്ടൽ, ബീക്സിൽ എന്തുകൊണ്ട്? ഒരു പീസ് ഓഫ് ചീസ് ഇരിപ്പുണ്ട്. ചീസ് മീൻസ് ഒരു മധുര പലഹാരം, അല്ലെങ്കിൽ ഒരു അപ്പം നമ്മൾ ഉണ്ടാക്കില്ലേ, മധുരമുള്ള ചീസ് എന്ന് പറയാം, അല്ലെങ്കിൽ നെയ്യപ്പം എന്നോ എന്തെങ്കിലും നമുക്ക് അതിനെ വിളിക്കാം. ചീസ് എന്തായാലും നല്ല മധുരമുള്ള, നല്ല മണമടിക്കുന്ന ഒരു, അവൻ ഏറ്റവും ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചീസായിരുന്നു ആ ഫോക്സിന്. സോ അവൻ നോക്കുമ്പോൾ കാക്കയുടെ വായിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സോ എന്തായിരിക്കും പിന്നീട് സ്റ്റോറിയുടെ ബാക്കി? നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും, നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം, ആ സ്റ്റോറി ബാക്കി എഴുതാം. സോ വി ക്യാൻ റൈറ്റ് ദ സ്റ്റോറി. നെക്സ്റ്റ് സെൻറ്റൻസ് ഈസ് ഹി തോട്ട് ഫോർ എ വൈൽ. അവൻ ഒരു നിമിഷം ആലോചിച്ചു, എങ്ങനെ ആ കാക്കയുടെ വായിൽ നിന്നും ആ അപ്പകഷ്ണം, ആ പീസ് ഓഫ് ചീസ് എങ്ങനെ തട്ടിയെടുക്കാം. സൂൺ ആൻ ഐഡിയ സ്ട്രക്ക് ഹിം. പെട്ടെന്ന് അവനൊരു ഒരാശയം വന്നു. ഹി ഡിസൈഡഡ് ടു ഫ്ലാറ്റർ ദ ക്രോ. അവൻ എന്ത് തീരുമാനിച്ചു? ആ ക്രോയെ പുകഴ്ത്താൻ തീരുമാനിച്ചു, പൊക്കി പറയാൻ, ക്രോയെ ഒന്ന് സുഖിപ്പിക്കാൻ തീരുമാനിച്ചു. യു ആർ സച്ച് എ പ്രെറ്റി ആൻഡ് ക്ലവർ ബേർഡ്. നീ നല്ല പ്രെറ്റിയായിട്ടുള്ള, കാണാൻ നല്ല സുന്ദരിയാണ്, നല്ല ക്ലവറായിട്ടുള്ള ഒരു പക്ഷിയാണ്, നല്ല ബുദ്ധിമതിയായിട്ടുള്ള ഒരു പക്ഷിയാണ്. യു ആർ സച്ച് എ പ്രെറ്റി ഓർ ബ്യൂട്ടിഫുൾ. നീ കാണാൻ സുന്ദരിയാണ്. ഇഫ് ഓൺലി യു കുഡ് സിങ് ബ്യൂട്ടിഫുള്ളി. പക്ഷെ നീ നന്നായിട്ട് പാടാൻ കഴിയണം, നിനക്ക് നന്നായിട്ട് പാടാൻ, വളരെ മനോഹരമായി പാടാൻ കഴിഞ്ഞെങ്കിൽ മാത്രം. നീ നന്നായിട്ട് പാടണം, പക്ഷേ അല്ലേ, വളരെ മനോഹരമായിട്ട് നിനക്ക് പാടാൻ കഴിഞ്ഞെങ്കിൽ നീ നല്ല സുന്ദരിയാണെന്ന് ഞാൻ പറയും, നീ നല്ല പ്രെറ്റിയാണ്, നീ ക്ലവർ ആയിട്ടുള്ള ഒരു പക്ഷിയാണെന്ന് ഞാൻ പറയും. നൗ ദ ക്രോ വാസ് വെരി പ്രൗഡ്. അപ്പോൾ ഈ ക്രോയ്ക്ക് ഭയങ്കര അഹങ്കാരം തോന്നി തൻ്റെ കഴിവിൽ. ഹി വാണ്ടഡ് ടു ഷോ ദ ഫോക്സ് ദാറ്റ് ഹി കുഡ് സിങ് വെരി വെൽ. അപ്പോൾ കാക്കയ്ക്ക് കുറച്ച് അഹങ്കാരം തോന്നി. കാക്ക വിചാരിച്ചു, എന്നാൽ എൻ്റെ കഴിവ്, എനിക്ക് പാട്ട് പാടാൻ കഴിയും എന്നൊന്ന് കാണിച്ചു കൊടുക്കണം, ഫോക്സിനൊന്ന് കാണിച്ചു കൊടുക്കണം എന്ന് കാക്ക തീരുമാനിച്ചു. സോ ഹി ഓപ്പൺ ഹിസ് മൗത്ത് ടു സിങ്. പെട്ടെന്ന് പാട്ട് പാടാൻ വേണ്ടി കാക്ക വായ തുറക്കുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? സഡൻലി ദ പീസ് ഓഫ് ദ ചീസ് ഫെൽ ഡൗൺ ടു ദ ഗ്രൗണ്ട്. പെട്ടെന്ന് വായ തുറന്നതും എന്ത് സംഭവിച്ചു? കാക്കയുടെ വായിൽ നിന്ന് പീസ് ഓഫ് ചീസ് താഴെ വീണു. പെട്ടെന്നത് താഴെ വീണു. ദ ഫോക്സ് ലാഫ്ഡ് അറ്റ് ദ ക്രോ. ഫോക്സ് ക്രോയെ നോക്കി കളിയാക്കി ചിരിച്ചു. ആൻഡ് പിക്ഡ് അപ്പ് ദ ചീസ് ആൻഡ് ഏറ്റ് ഇറ്റ് ഹാംഗ്രിലി. അവനത് താഴെ വീണ ചീസ് ചാടിയെടുത്ത് ആവേശത്തോടെ, ആർത്തിയോടെ തിന്നു. സോ ഇങ്ങനെ ഇരിക്കും നമ്മളെ ഒരാൾ പറ്റിക്കാൻ. കാക്കയെ പറ്റിച്ചു അല്ലേ ഇവിടെ ഫോക്സ്. അപ്പോൾ നമ്മളെ കാക്കയെ പൊക്കി പറഞ്ഞപ്പോൾ കാക്കയ്ക്ക് അങ്ങ് തൻ്റെ ആ ഒരു ശ്രദ്ധ, കോൺസെൻട്രേഷൻ പോയി. കാക്കയങ്ങ് എന്താ പറയുക, സ്വന്തം കഴിവിൽ അഹങ്കരിച്ച് പോയി. അപ്പോൾ നമ്മളുടെ കഴിവിനെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി അല്ലേ. മറ്റുള്ള ചിലവർ കണ്ടിട്ടില്ലേ, നമ്മളെ കുറച്ച് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ നമ്മളെ കുറച്ച് പൊക്കി പറയും. പക്ഷെ നമ്മൾ അതിൽ വീഴാൻ പാടില്ല. ഓക്കെ, സോ അതൊരു മെസ്സേജാണ് ഈ സ്റ്റോറിയിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജാണ്. സോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റോറി? അപ്പോൾ സ്റ്റോറി കംപ്ലീറ്റ് ഇവിടെ തന്നെ വൃത്തിയായിട്ട് എഴുതുക. ഓക്കെ, വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. സോ ആക്ടിവിറ്റി 7, വി ക്യാൻ ചെക്ക് ദാറ്റ്. ലുക്ക് അറ്റ് ദ കാർട്ടൂൺസ് ആൻഡ് ഫിൽ ഇൻ ദ ബബിൾസ് ആൻഡ് ഫ്രെയിം എ സ്റ്റോറി. ഇവിടെ കുറേ കാർട്ടൂൺസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഒരു ലയണിനെയും ഒരു മൗസിനെയും പറ്റിയുള്ള കാർട്ടൂണാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാർട്ടൂൺ നോക്കിയതിന് ശേഷം ഈ ബബിൾസ് എല്ലാം ഫില്ല് ചെയ്യണം. ഡയലോഗ്സ് എഴുതാനുള്ളതാണ്. ആൻഡ് ഫ്രെയിം എ സ്റ്റോറി. അപ്പോൾ നമുക്കൊരു സ്റ്റോറി കിട്ടും. ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി ഈസ് ഗിവൺ. സ്റ്റോറിയുടെ ബിഗിനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ വി ക്യാൻ കംപ്ലീറ്റ് ദ സ്റ്റോറി. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബിഗിനിങ് ഒന്ന് നോക്കാം.
സോ വി ക്യാൻ കംപ്ലീറ്റ് ദ സ്റ്റോറി യൂസിങ് ദീസ് കാർട്ടൂൺസ്. ഈ കാർട്ടൂൺ ഉപയോഗിച്ച് നമുക്ക് സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാം. കുറച്ച് ഭാഗങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെ ബിഗിനിങ് ആണ്. ഇവിടെ ഈ ചിത്രം നിങ്ങൾ കണ്ടല്ലോ, ഈ കാർട്ടൂൺ കണ്ടല്ലോ, ഇതിനെ ആസ്പദമാക്കിയുള്ള സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണത്? ബിഗിനിങ് ആണത്. ലോങ് എഗോ എ ലയൺ ലീവ്ഡ് ഇൻ എ ഫോറസ്റ്റ്. വളരെ പണ്ട് ഒരു ലയൺ ഒരു കാട്ടിൽ ജീവിച്ചിരുന്ന ഒരു സിംഹം. ആൻഡ് ദ സെക്കൻഡ് കാർട്ടൂൺ ഇതാണ്. വൺ ഡേ ഹി ഫെൽ വെരി ടയേർഡ് ആൻഡ് ഫെൽ അസ്ലീപ്. ഒരു ദിവസം അവന് ഭയങ്കര ക്ഷീണം തോന്നി, അവൻ അങ്ങനെ ഉറങ്ങിപ്പോയി. ചിത്രം കാണുന്നുണ്ടല്ലോ, കാർട്ടൂൺ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ആൻഡ് ദ നെക്സ്റ്റ് കാർട്ടൂൺ നോക്കൂ എന്ത് സംഭവിച്ചെന്ന്. എ മൗസ് കെയിം ദെയർ ആൻഡ് സ്റ്റാർട്ടഡ് ഡിസ്റ്റർബിങ് ദ ലയൺ. പെട്ടെന്ന് ഒരു മൗസ് വന്നിട്ട്, ഒരു എലി വന്നിട്ട് ഈ സിംഹത്തെ ഇങ്ങനെ ശല്യം ചെയ്യാൻ തുടങ്ങി, സിംഹത്തിനെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി. ഈ കാർട്ടൂൺ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? പിന്നീട് എന്ത് സംഭവിച്ചു? സോ ഇനി ഇവിടെ ലയണും മൗസും തമ്മിലുള്ള ഒരു ഡയലോഗ്സ് ആണ് ഇവിടെ പറയേണ്ടത്. നമുക്കത് എഴുതാം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഡയലോഗ്സ് പറയുകയാണ്. ലയൺ പറയുകയാണ്, ഐ വിൽ കിൽ യു ലിറ്റിൽ ക്രീച്ചർ. അപ്പം ഡിസ്റ്റർബ് ചെയ്യുക, ഉറക്കത്തിൽ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ സിംഹത്തിന് ആർക്കാരും ദേഷ്യം വരും അല്ലേ? അപ്പോൾ ഡയലോഗ് ഇതാണ്, ഐ വിൽ കിൽ യു ലിറ്റിൽ ക്രീച്ചർ. നിന്നെ ഞാൻ ഇപ്പം കൊല്ലും എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ മൗസ് എന്താ പറയുന്നത്? അപ്പം പിടിച്ചു അല്ലേ, സിംഹം ലയൺ മൗസിനെ പിടിച്ചു, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അപ്പോൾ അതിനുവേണ്ടി മൗസ് പറയുകയാണ്, സോറി ഓ കിങ്, ഇഫ് യു സ്പെയർ മൈ ലൈഫ് ഐ വിൽ ഷുവർലി റീപേ യുവർ കൈൻഡ്നെസ്. ക്ഷമ ചോദിക്കുകയാണ്, എന്നോട് ക്ഷമിക്കണം, അങ്ങ് എന്നെ ഫ്രീ ആക്കുകയാണെങ്കിൽ, എന്നെ മോചിപ്പിക്കുകയാണെങ്കിൽ, എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങേക്ക് ഒരു പ്രത്യുപകാരം ചെയ്യുന്നതായിരിക്കുമെന്ന് നമ്മുടെ മൗസ് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഇത് കേട്ടപ്പോൾ നമ്മുടെ ലയൺ മൗസിനെ വിടുന്നു, മോചിപ്പിക്കുന്നു. അപ്പോൾ മൗസിൻ്റെ ഒരു ഡയലോഗാണ്, താങ്ക് ഗോഡ് ഐ ആം സ്പെയർഡ്. ദൈവത്തിന് നന്ദി പറയുന്നു, ഞാൻ മോചിതനായി, ഐ ആം സ്പെയർഡ്. സോ അപ്പോൾ നമ്മുടെ നമ്മുടെ ലയൺ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അല്ലേ? വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ മൗസിനെ. ഹേയ്, ഡോണ്ട് ഫോർഗെറ്റ് യുവർ പ്രോമിസ്. നീ നിൻ്റെ പ്രോമിസ് മറക്കരുത്. പോകുന്നത് കൊള്ളാം, പക്ഷേ വാഗ്ദാനം മറക്കരുത്, എനിക്ക് തന്ന വാഗ്ദാനം മറക്കരുത്. സോ പിന്നീട് എന്ത് സംഭവിച്ചു? ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഡേയ്സ് പാസ്റ്റ്. വൺ ഡേ ദ ലയൺ ഫെൽ ഇൻ ടു എ ട്രാപ്പ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ലയൺ ഒരു കെണിയിൽ അകപ്പെട്ടു. ഹി കോൾഡ് ഔട്ട് ഫോർ ഹെൽപ്പ്. ഉറക്കെ വിളിച്ചു അല്ലേ, ഹെൽപ്പിന് വേണ്ടി, സഹായത്തിന് വേണ്ടി ഉറക്കെ വിളിച്ചു. കെണിയിൽ വീണിരിക്കുകയാണ്. ഓക്കെ, എന്ത് സംഭവിച്ചു? ആൻഡ് ദിസ് ബോക്സ്, ഈ ബോക്സിലാണ് അടുത്തത് എഴുതേണ്ടത്. അപ്പോൾ ലയൺ ഈ ചിത്രം കാണുന്നുണ്ടല്ലോ, ലയൺ കെണിയിൽ വീണ് കിടക്കുകയാണ്. സോ ദിസ് വാസ് ദ സെൻറ്റൻസ്. ദ മൗസ് ഹേർഡ് ദ ലയൺസ് ക്രൈ. അപ്പോൾ ആ എലി, നേരത്തെ വാഗ്ദാനം കൊടുത്തു പോയ ആ എലി സിംഹത്തിൻ്റെ കരച്ചിൽ കേട്ടു. ദ മൗസ് ഹേർഡ് ദ ലയൺസ് ക്രൈ. സിംഹത്തിൻ്റെ കരച്ചിൽ കേട്ടു. അങ്ങനെ ഓടി വന്ന് അടുത്ത് വന്നു, എന്നിട്ട് പറയുകയാണ്. അപ്പോൾ മൗസ് എന്താണ് പറയുന്നത്? ഡയലോഗ് ഈസ്, ഡോണ്ട് വറി, ഐ വിൽ കട്ട് ദ നെറ്റ് വിത്ത് മൈ ടീത്ത് ആൻഡ് സെറ്റ് യു ഫ്രീ. വിഷമിക്കേണ്ട അങ്ങ്, ഞാൻ എൻ്റെ പല്ലുപയോഗിച്ച് ഈ നെറ്റ് വല കട്ട് ചെയ്ത് അങ്ങയെ സ്വതന്ത്രനാക്കാം. ഡോണ്ട് വറി, ഐ വിൽ കട്ട് ദ നെറ്റ് വിത്ത് മൈ ടീത്ത് ആൻഡ് സെറ്റ് യു ഫ്രീ. സോ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? അങ്ങനെ ദിസ് വാസ് ദ അനദർ ബോക്സ്. അങ്ങനെ ലയൺ എന്ത് ചെയ്യുന്നു? അങ്ങനെ ലയണിനെ സ്വതന്ത്രമാക്കുന്നു മൗസ് അല്ലേ? അതിനുശേഷം ലാസ്റ്റ് സെൻറ്റൻസ് എന്താണ് നമുക്ക് കൊടുക്കാം? ദ മൗസ് സെറ്റ് ദ ലയൺ ഫ്രീ ബൈ ഗ്നാവിങ് ദ നെറ്റ് വിത്ത് ഹിസ് ടീത്ത്. അപ്പോൾ അങ്ങനെ മൗസ് എന്ത് ചെയ്യുന്നു? തൻ്റെ പല്ലുകൊണ്ട്, കൂർത്ത പല്ലുകൾ കൊണ്ട് നെറ്റ് കരണ്ട്, വല കരണ്ട്, ഗ്നാവിങ് എന്ന് വെച്ചാൽ കരളുക എന്നാണ് കേട്ടോ, കരണ്ട് ആ ലയണിനെ മോചിപ്പിക്കുന്നു, സ്വതന്ത്രനാക്കുന്നു. ദ ലയൺ വാസ് വെരി ഹാപ്പി, ദ ലയൺ വാസ് വെരി താങ്ക്ഫുൾ ടു ദ മൗസ്. അങ്ങനെ വളരെ നന്ദിയുള്ളവനായി തീരുന്നു ലയണ് മൗസിനോട്. സോ ദിസ് വാസ് ദ സ്റ്റോറി. സോ നിങ്ങൾ ഈ ബോക്സസ് എല്ലാം, ഈ ബബിൾസും ഈ ബോക്സസും എല്ലാം ഫില്ല് ചെയ്യുക. അതിനുശേഷം ഈ സ്റ്റോറി ഒന്ന് എഴുതി നോക്കുക. എഴുതി നോക്കുമ്പോൾ നമുക്ക് ആ സ്റ്റോറിയുടെ ഒരു സ്ട്രക്ചർ, ആദ്യം നമ്മൾ എഴുതിയതുപോലെ തന്നെ എന്തുണ്ടാവും? ഒരു ബിഗിനിങ് ഉണ്ടാവണം, ഒരു മിഡിൽ ഉണ്ടാവണം, അതുപോലെ തന്നെ ഒരു എൻഡിങ് ഉണ്ടാവണം. അപ്പം നമ്മൾ ഇപ്പോൾ ഇന്ന് പഠിച്ച ആക്ടിവിറ്റീസിലൂടെ എല്ലാം നമ്മൾ പഠിച്ചത് ഒരു സ്റ്റോറി എങ്ങനെ എഴുതാം, അല്ല സ്റ്റോറിയുടെ എലമെൻറ്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. സ്റ്റോറിയുടെ എലമെൻറ്റ്സ് ഞാൻ നേരത്തെ പഠിച്ചതാണ്, ഓർക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റിലൊരു ബിഗിനിങ് ഉണ്ടാവണം, ആൻഡ് ദെൻ ഡെവലപ്മെൻറ്റ്, ദെൻ സംതിങ് ഹാപ്പൻസ്, ആൻഡ് ദെൻ
തിങ്സ് കം ടു ആൻ എൻഡ് ആൻഡ് ദെൻ കൺക്ലൂഷൻ. അങ്ങനെ ആ സ്റ്റോറിയുടെ സ്ട്രക്ചറാണ്, എലമെൻറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ആക്ടിവിറ്റീസിലൂടെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ എല്ലാം നമ്മൾ പഠിച്ചത്. സോ did you understand all the activities? If you have any doubts you can comments to me. നിങ്ങൾ ഈ ആക്ടിവിറ്റീസ് എല്ലാം നന്നായിട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും മറുപടി നൽകുന്നതായിരിക്കും. So you learn all the activities properly and share with your friends. Don't forget to subscribe our channel Focus Family. We can meet the next class with other activities. Please take care. Thank you. Bye.